അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പടച്ചോൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് സ്പർശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ച് ജീവിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കമൻറ്റും ചെയ്യാറുണ്ട് അവരുടെ ഇടങ്ങേറുകളും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട്. ചില ആളുകൾ നമ്പർ വരെ ചോദിക്കാറുണ്ട്. ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ പിന്നാലെ നടന്ന് നിങ്ങളുടെ ഉറക്കം പോകുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു അമലിനെ ഉപയോഗപ്പെടുത്തിക്കൊള്ളി. എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ ജീവിച്ച് പോയിട്ട് പിന്നെ അവരൊന്നും അല്ലാതെ ആകുന്ന ഒരവസ്ഥ വരാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും അനിയന്മാർക്കും ഏട്ടന്മാർക്കും അവർക്കൊക്കെ സഹായിയായി നിന്നിട്ട് ഒരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വാക്കിൻ്റെ പേരിൽ അവനവിടെ സീറോ ആയി മാറുന്ന അവസ്ഥകൾ വരാറുണ്ട്. നല്ല രീതിയിൽ ഒരു കുടുംബം കൊണ്ട് നടന്നിട്ട് പിന്നെ ആ കുടുംബത്തിലെ ഒരു കറിവേപ്പിലയാകുന്ന ആളുകളെയും കാണാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരാളാണെങ്കിലും, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിലും, നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കുടുംബജീവിതം നയിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിൽ പിന്നീട് പരസ്പരം സംശയമായിട്ടും കുറ്റവും കുറവും പറയലായിട്ടും തമ്മിൽ ഒരടുപ്പമില്ലാതെ മക്കൾക്ക് മുമ്പിൽ വരെ ഇരുന്ന് പരസ്പരം കുറ്റപ്പെടുത്തിയും തല്ലുകൂടേണ്ട ഒരവസ്ഥ വരുന്ന ഒരവസ്ഥ. ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് പുരുഷന്മാർ ഇത് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ജീവിതത്തിൽ കൂടെ നടന്നു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ കൂട്ടുകുടുംബമൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുശുമ്പ് വരിക, അതുപോലെ തന്നെ പല പല പ്രശ്നങ്ങൾ വരിക. കുടുംബജീവിതമാകുമ്പോൾ അല്ലെങ്കിൽ കൂട്ടുകുടുംബജീവിതമാകുമ്പോൾ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വരാറുണ്ട്. ഇത്തരത്തിലൊക്കെ വരുന്നത് കാണാറുണ്ട്. അവരോടൊക്കെ പറയാനുള്ള കാര്യം, ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ പടച്ചോൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ആ കാര്യം നിങ്ങൾക്ക് എളുപ്പമായി കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിൽ കടന്നിട്ട് നേറിപ്പോക്കണത്, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് വിചാരിക്കുന്ന കാര്യം പോലും റബ്ബ് സുബ്ഹാനഹു തആല അവിടുത്തെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ശരിയാക്കി തരും. നമ്മൾ ഒരു കാര്യം കൊണ്ടും ബേജാറാകാതിരിക്കാം, ഒരു കാര്യം കൊണ്ട് പേടിക്കാതിരിക്കാം. എനിക്കെൻ്റെ റബ്ബുണ്ട്, അവിടുത്തെ കഴിഞ്ഞിട്ടുള്ളൂ മറ്റെന്തും എന്നുള്ളൊരു വിശ്വാസം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ എൻ്റെ റബ്ബിൻ്റെ ഒരു ഇടങ്ങേറല്ലാതെ മറ്റൊരു ഇടങ്ങേറും എനിക്ക് വരില്ല. എത്രയോ ആളുകൾ സിഹർ ചെയ്ത് നടക്കുന്ന ആളുകളുണ്ടല്ലേ, അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവനും അവൻ്റെ കുടുംബവും ഇനി വേണ്ട. എത്രയോ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നെ ഇല്ലാതാക്കുന്നത് എൻ്റെ നാലൂറുള്ള ആളുകൾ തന്നെയാണ്, എൻ്റെ ഉറ്റവരാണ്, എൻ്റെ ഏറ്റവും അടുത്തുള്ള ആളുകളാണ്. ഞാൻ ഇല്ലാതാകുന്നത് അവർക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനും എൻ്റെ കുടുംബവും അവർക്ക് താഴെ അവരുടെ കാലിൻ്റെ ചോട്ടിൽ കിടക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഇത്തരത്തിലൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ ഈ ഭൂമിയിലേക്ക് പടച്ചു വിട്ടിട്ടുള്ളത് പടച്ചോനാണ്. അതിൻ്റെ മേലേക്ക് മറ്റൊന്നുമില്ല. ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. എത്ര കണ്ണീർ ഉള്ള ഒരാളാണെങ്കിലും, എത്ര സിഹർ ചെയ്യുന്ന ഒരാളാണെങ്കിലും, എത്ര മാരണം ചെയ്യുന്ന ഒരാളാണെങ്കിലും, അതേപോലെ തന്നെ തമ്മിൽ അകറ്റിപ്പിക്കണം എന്ന് ഒരാൾ വിചാരിക്കുകയാണ്. അയാൾ വിചാരിച്ചോട്ടെ, പക്ഷേ ആ ശക്തിയെപ്പോലും നിയന്ത്രിച്ച് നിർത്താൻ പടച്ച തമ്പുരാൻക്ക് കഴിയും. അപ്പോൾ റബ്ബുണ്ട്, എൻ്റെ കാര്യം എൻ്റെ റബ്ബ് കേൾക്കും. എത്രയൊക്കെ പ്രശ്നം വന്നാലും എത്രയൊക്കെ പ്രയാസം വന്നാലും എൻ്റെ കാര്യത്തിൽ എൻ്റെ റബ്ബുണ്ട് എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസങ്ങളെ മനസ്സിലുള്ളിടത്തോളം കാലം ഇങ്ങളെ തോൽപ്പിക്കാൻ അല്ലെങ്കിൽ ഇങ്ങളുടെ ജീവിതം ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും സാധിക്കില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയാണ്, കണ്ണേറ് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കണ്ണീർ മറ്റുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്നത് മാത്രമല്ല, എനിക്ക് എന്നിൽ നിന്ന് കണ്ണീറുണ്ടാകാം, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് കണ്ണീറുണ്ടാകാം. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർത്ത് വെക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വിചാരിക്കുകയാണ് എന്നെ കാണാപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ഇന്നേം കൊണ്ട് കഴിയുന്നുണ്ട്, ഇന്നൊന്ന് നമ്മളുടെ ജീവിതത്തിൽ ഇന്നേം കൊണ്ട് പറ്റുന്നുണ്ട് എന്നൊക്കെ പറയുമല്ലോ. ഞാൻ അവരെക്കാൾ മോശക്കാരനല്ല, ഇന്നേം കൊണ്ട് നടക്കും എന്നുള്ളൊരു അസൂയയുടെ ആ ഒരു ചൊവ്വ നമ്മുടെ മനസ്സിൽ വരുള്ളൂ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളിൽ നിന്ന് തന്നെ കണ്ണീർ സംഭവിച്ചേക്കാം. ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇത്തരം ആളുകളെയൊക്കെ കാണുമ്പോൾ, നമ്മളിപ്പോൾ ഒരു നാടാണെങ്കിൽ
ചില ആളുകളെ കാണുമ്പോൾ കുട്ടികളെ പുറത്തേക്ക് ഇറക്കരുത് എന്ന് പറയാറുണ്ട് അല്ലേ. അയാൾ കണ്ണിടും, അല്ലെങ്കിൽ അയാൾ നാവൂറിടും എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരം ആളുകളെ കാണുമ്പോൾ പരമാവധി അവരിൽ നിന്ന് അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മുടെ കാര്യങ്ങളൊന്നും പരസ്യമാക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾക്കിടയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അവരോട് പറയാനുള്ള കാര്യം, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത അത് രഹസ്യമായി വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, ഒന്നുമില്ലാത്തടത്ത് നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹമായി പടച്ചോൻ കുറച്ച് സമ്പത്ത് കൊടുക്കുമ്പോൾ അതിനവർക്ക് എന്തൊക്കെയാണ് കാട്ടേണ്ടത് എന്നറിയാതെ അവർ കണ്ടതെല്ലാം പർച്ചേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മുമ്പിൽ എന്നെയും കൊണ്ട് കഴിയുന്നുണ്ട്, എൻ്റെ കയ്യിലും ഇപ്പോൾ പണമുണ്ട്, എന്നെ കൊണ്ട് എന്തും സാധിക്കും എന്നുള്ള രീതിയിൽ പടച്ചോനെ മറന്ന് കളിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പടച്ചോൻ മുമ്പുണ്ടായിരുന്ന ആ സീറോയിൽ നിന്ന് മൈനസിലേക്ക് റബ്ബ് എത്തിക്കും. അതാണ് പറഞ്ഞത്, നമുക്ക് റബ്ബ് ഒരു അനുഗ്രഹം തന്നു നോക്കും, ഇവൻ ഇതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്. ഇപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണ്. നമ്മൾ കുറേ ദ്വാ ചെയ്തു, നമുക്ക് വളരെയധികം പ്രശ്നത്തിലായിരുന്നു, കടത്തിലായിരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് പടച്ച തമ്പുരാൻ നമുക്ക് നല്ലൊരു ജോലി ഓഫർ ചെയ്യാണ്. നമുക്ക് കോള് വന്നു, ഇങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ടുണ്ട്, നാളെ മുതൽക്ക് തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉള്ള ആ ഒരു സന്തോഷവും സമാധാനവും പടച്ചോനോടൊപ്പം ശുക്രൊക്കെ ചെയ്തിട്ടുണ്ടാകും. പിന്നീട് നമുക്ക് നമ്മുടെ സാലറി ഇങ്ങനെ കൂടി വരികയാണ്. അതുപോലെ തന്നെ ഈ ജോലിയുടെ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമൊക്കെ ഇങ്ങനെ സ്വലാത്തുകൾ ദിക്റുകൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ കുറഞ്ഞു വരും. പിന്നെ കുറച്ചായിട്ട് ഖുർആനോത്തും അങ്ങനെ നിന്ന് പോകും. പിന്നീട് അങ്ങനെയായിട്ട് നിസ്കാരം ഒന്ന് കളാവല്ലോ തുടങ്ങും, രണ്ടാമത്തതും കളായി, മൂന്നാമത്തതും കളായി, അങ്ങനെ പിന്നെ നിസ്കാരമേ ഇല്ലാതെയാകും. പിന്നീട് അവനക്ക് അത്തരം കാര്യങ്ങളോടൊക്കെ ഒരു അകൽച്ച ഫീൽ ചെയ്യും. ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് കേട്ടോ. കണ്ടത് കൊണ്ടും അതുപോലെ തന്നെ അനുഭവം ചിലർ പറയുന്നത് കൊണ്ടുമാണ് ആ ഒരു കാര്യമൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ ഉണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല അവൻ്റെ ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ അവിടെ നിന്ന് എടുത്തിട്ട് ഏറ്റവും അവസാനത്തിലേക്ക് കൊണ്ടുവന്നിടും. ഇത് ഈ ഒരു ജോലിയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹമായിട്ട് റബ്ബ് തന്നിട്ടുള്ളത് നമ്മളിങ്ങനെ നോക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് പടച്ച തമ്പുരാൻ ആ സ്പോട്ടിലല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണം എന്നത്രയും ആർത്തിയാകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അത് ഉണ്ടാകില്ല. എത്രയോ അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ എന്ത് പ്രശ്നമാണെങ്കിലും ഒരു സങ്കടപ്പെടലും പെടാതെ പടച്ചോൻ്റെ മുമ്പിലിരുന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഒരു അമലിനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് റബ്ബ് നമ്മളുടെ കൂടെ ഉണ്ടാകില്ലേ. ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ട, അല്ലെങ്കിൽ ഇടങ്ങേറാകണ്ട. നമ്മളെ റബ്ബിനെ നമുക്കറിയില്ലേ, നമുക്കല്ലാതെ വേറെ ആർക്കറിയാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്തൊരു പ്രശ്നമായിക്കോട്ടെ, നിങ്ങളെ റബ്ബ് നിങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ട്, എൻ്റെ അടുത്തിൻ്റെ റബ്ബുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടെ നമ്മൾ തഹജ്ജുദ് നീക്കുന്ന ആ ഒരു സമയത്തൊക്കെ ഇരുന്നിട്ട് നിങ്ങളുടെ റബ്ബിൻ്റെ അടുത്ത് നിങ്ങൾ കുറച്ചൊന്ന് സംസാരിച്ച് നോക്കുകയാണ്. നിങ്ങളുടെ ഇടങ്ങേറുകളെ പറഞ്ഞിട്ട്, നിങ്ങളെ പ്രശ്നങ്ങളെ പറഞ്ഞിട്ട്, എൻ്റെ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, റബ്ബിനെ അറിയാത്തത് കൊണ്ടല്ല, റബ്ബ് വെയിറ്റ് ചെയ്യാണ്, നിങ്ങൾ എൻ്റെ അടുത്തൊന്ന് പറയണം, എൻ്റെ അടുത്തൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലൊന്ന് ചെയ്തു നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കട്ടിപിടിച്ച് കുടുങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകൂലേ, ഇതിനൊക്കെ റബ്ബ് സുബ്ഹാനഹു തആല സ്മൂത്തായിട്ട് നല്ല രീതിയിൽ ഹൈറായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി കളയുക തന്നെ ചെയ്യും. അപ്പോൾ ഇത്രയും മഹത്തായിട്ടുള്ള ഈ ഒരു അമലിനെ ഇനിയുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കൂലേ. നമുക്കത് എന്താണെങ്കിലും ചെയ്യണമല്ലേ. ഈ ഒരു അമലിനെ നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത്തരം അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊരിക്കലും കൈവിടാതിരിക്കുക. ചെയ്യാൻ വളരെ സിമ്പിളാണ്. നമ്മളെല്ലാവരും രാവിലെ എണീച്ച് സുബ്ഹൊക്കെ നിസ്കരിക്കാറില്ലേ. ഈ സുബ്ഹ് നിസ്കരിച്ചതിന് ശേഷം അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി, അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു വചനം നിങ്ങൾ സുബ്ഹ് നിസ്കാര ശേഷം, അല്ലെങ്കിൽ ആ ഒരു പ്രഭാത സമയമുണ്ടല്ലോ, ആ പ്രഭാത സമയത്തിൽ ഒരു 100 തവണ ചൊല്ലാം. ഇത്തരത്തിൽ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ചൊല്ലി വരിക. എത്ര ദിവസമാണോ നിങ്ങൾക്കിത് ചൊല്ലാൻ കഴിയുക അത്ര ദിവസം നിങ്ങൾക്കിത് ചൊല്ലാം.
ഇൻഷാ അള്ളാ ഇത് നിങ്ങൾ കുറച്ച് ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തി നോക്കുകയാണ്. നിങ്ങളുടെ ജീവിതം എത്രത്തോളം ഇരുളടഞ്ഞതാണെങ്കിലും എത്രത്തോളം പ്രയാസം നിറഞ്ഞതാണെങ്കിലും ആ പ്രയാസത്തെ റബ്ബ് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അത്രയും മഹത്തായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പരിശുദ്ധമായിട്ടുള്ള വചനത്തെ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളോട് ചേർത്തിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അള്ളാ കഴിയുമെങ്കിൽ ഇത്തരം അറിവുകളെ നമ്മൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാകും, അതുപോലെ തന്നെ പ്രയാസങ്ങളുള്ളവരുണ്ടാകും. അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും ഒന്ന് ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. ദുആവസിയത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.